ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നെനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണ്. രാവിലെ എനിക്കൊരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ പറവൂരുള്ള ഇൻഫൻറ്റസ് സ്കൂളിൽ. അവിടെ യോഗ ആൻഡ് മ്യൂസിക് ഡെസിഗ്നേഷൻ. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഞാൻ ചെന്നൈക്ക് പോവാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻറ്റ് മനീത്തി എല്ലാം മയാവണിയുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈകിട്ടത്തെ ബസ്സിനാണ് കയറിയത്, ബെൻസിൻ്റെ സൂര്യ കണക്ട് എന്ന് പറഞ്ഞ ബസ്. അവിടെ പോയി കോയമ്പേട് പോയി ഇറങ്ങി ഊബർ വിളിച്ച് ഞാൻ മുന്നേ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റ്. എൻ്റെ എല്ലാമായ ഷെഫാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ ക്രൈം പാർട്ട്ണറാണ് പുള്ളിക്കാരി. അവൾ ഇപ്പോൾ അവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ അവളെ കാണാനായിട്ട് നേരെ ഞാൻ പോയത് ലസ് ഗോൾഡൻ എൻക്ലേവ് മൈലാപ്പൂരിലുള്ള അപ്പാർട്ട്മെൻറ്റിലാണ്. வரேன் வந்து கொஞ்சம் ஹெல்ப் பண்ணலாம்ல, இவ்வளோ பெரிய பெட்டியை வச்சுக்கிட்டு. ஹவு செல்ஃபிஷ் யூ ஆர் ஷெஃபா. இனியாச்சும் கொஞ்சம் எடுக்கலாம்ல. இங்கே வந்தால் எடுக்க. சரி வரேன். ஐயோ பெரிய கஷ்டமாக போச்சு. பொடி വലത് കാലം വെച്ച് വീട്ടിലൊരു നിമിഷം വായടക്കാത്ത എൻ്റെ ആവണി ഭയങ്കര ഇൻട്രോവേർട്ടായി മാറി. ഒന്ന് വാ തുറക്കപ്പെട്ട് പേരെന്താന്ന് ചോദിക്കുമ്പോ പേരെന്താ, അയ്യോ ഇങ്ങനത്തെ ഒരു കൊച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ആവണി എന്നൊക്കെ. വാ അടയ്ക്കാറില്ല ബ്ലാ 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 ബ്ലാന്ന്. അങ്ങനെങ്കിലും 2 ദിവസം നല്ല കുട്ടിയായിട്ടിരിക്കട്ടെ ഈശ്വര. കോവിൽ പോയിട്ട് പറയും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഫ്രഷായിട്ട് അവിടെ അമ്പലത്തേക്ക് പോവുകയാണ്. ഞാൻ മൈലാപ്പൂർ താമസിക്കുന്ന സമയത്ത് ദിവസം എന്ന് പറഞ്ഞ പോലെ പോയിരുന്ന 2 അമ്പലങ്ങളാണ്. അവിടെ ഒരു ഗണപതി കോവിലുണ്ട്, അതേപോലെ കപാലീശ്വര കോവിലുണ്ട്. മിക്ക ദിവസവും പോയിരുന്നു. വൈകിട്ട് പോവാത്ത ദിവസം വളരെ കുറവായിരുന്നു. അത്ര ഇഷ്ടപ്പെട്ട ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ 2 അമ്പലത്തിലൊക്കെ പോയി ഉള്ളിൽ കയറി തൊഴുതു, സന്തോഷമായി, പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടി. ബാക്ക് ടു സോ മെനി നല്ല ഗുഡ് മെമ്മറീസ് അവിടെ പഠിക്കുമ്പോൾ ഉള്ളത്. അതൊക്കെ അങ്ങനെ ഇരുന്ന് ഹൈ വർക്കി ലാസ്റ്റ് അവിടെ തൊട്ടടുത്ത് മാമീസ് മെസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ അവനുകുട്ടിക്ക് ഒരു ഗോലി സോഡയൊക്കെ വാങ്ങിക്കൊടുത്തു. ഭക്ഷണമായിട്ട് ഞങ്ങൾ ബ്രഞ്ചായിട്ടാണ് കഴിച്ചത്. കോക്കനട്ട് റൈസും ഓർഡർ ചെയ്തു, പിന്നെ ടൊമാറ്റോ റൈസും കേർഡ് റൈസും. അങ്ങനെ ഞങ്ങൾ 3 പേരും 3 വെറൈറ്റി റൈസ് ഓർഡർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈയിട്ട് വാരി എല്ലാവരും ടേസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ചു. കുറച്ച് സാധനങ്ങൾ ഗ്രോസറീസ് ഞങ്ങൾ മേടിച്ചു വീട്ടിലേക്ക്. അങ്ങനെ രാവിലത്തെ സെക്ഷൻ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് നല്ല സുഖമായിട്ട് ഉറക്കമൊക്കെ ഉറങ്ങി. വൈകിട്ട് 5:30 ആയപ്പോൾ എണീറ്റു. ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ ലൈം ടീ ഉണ്ടാക്കി. ലൈം ടീ ഞാനും അവനും കൂടെ കുടിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഷെഫാലിൻ്റെ കൂടെ താമസം കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കോടമ്പാക്കത്തൊരു ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോവാം, അവിടുത്തെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സിനെയും ഹോസ്റ്റൽ വാർഡനെയൊക്കെ കാണാം. അങ്ങനെ തൊട്ട് മുന്നിലാണ് നമ്മുടെ ഒരു അങ്കിളുണ്ട്, ഫാമിലി ഫ്രണ്ട് അങ്കിൾ ജോസഫ് അങ്കിളും 2 പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെയും കൂടെ കാണാമെന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ഇതാണ് എൻ്റെ എക്സ് റൂംമേറ്റ് ലാവണ്യ. അങ്ങനെ അവളെ കണ്ട് ഞങ്ങൾ ഐബാക്കോ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. എന്റെ പപ്പനെ വിളിക്കണേക്കാളും ചേച്ചി ഞങ്ങളെ വിളിച്ചാ മതിയായിരുന്നു. പക്ഷെ കോസ്റ്റ്യൂം ശരിക്കായില്ല. പെണ്ണാളാൻ വന്നല്ലോ ഞാൻ അല്ലേ.